സ്വർണം നഷ്ടപ്പെട്ടു പോയി. തങ്ങളെടുത്ത് ചെന്നു. അപ്പൊ ചെന്നാണ് കയറിയപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചു, സ്വർണം കാണാൻ ചില ചോദിച്ചു. ചിലപ്പോൾ തട്ടിപ്പയക്കും. തങ്ങളെ ഏജന്റുമാർ അവിടെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ബൈക്കിൽ നിന്ന് പരിചയപ്പെടും. നമ്മൾ എടുത്തുമ്പോഴേക്കും അവർ അവിടെ പോയി കൊടുക്കും. അങ്ങനെ ആൾ വരുന്നുണ്ട്, പാനിട്ട ആളാണ്, തുണിട്ട ആളാണ്, മുടി ഇങ്ങനെയാണ്, കോലെങ്ങനെയാണ്, അയാൾ സ്വർണം പോയതാണ് എന്ന് മറ്റോ പോയി പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഇയാൾ ഏജൻസിയിൽ മനുഷ്യന്മാരുണ്ടാവും. അപ്പോൾ ആണ് ചെല്ലുമ്പോൾ തന്നെ അയാൾ സ്വർണം കാണാൻ ചിലേ. അപ്പം നമ്മൾ ചോദിക്കാവും, ഇയാൾ ഭയങ്കര കറാമത്തുള്ള ആളാട്ടോ, ഞാൻ പറയാതെ തന്നെ എൻ്റെ വിശ്വാസമല്ലോ. അത് തട്ടിപ്പയക്കും. ചെഴുതലല്ല, ചെഴുത് ശൈത്താൻ പോകാന് ചില വിവരം കൊടുക്കും. നമ്മൾ കാണാത്തത് ശൈത്താന്മാർ കാണും. അപ്പൊ ആ വിവരത്തിന്റെ സ്ഥാനത്തിൽ ചിലപ്പം പറയും, ഇന്ന സ്ഥലത്തുണ്ട്, പോയൊക്കെ ആയി ചെല്ലുമ്പോൾ കിട്ടും ചെയ്യും. അതോടെ നമ്മളെ ഈമാനാണ് നഷ്ടപ്പെടും. അയാൾ ഭയങ്കര കഴിവാട്ടോ, അയാൾ പറഞ്ഞ അതേപോലെ തന്നെ ഉണ്ടായല്ലോ എന്ന് തോന്നിയിട്ട് മനുഷ്യന്മാർ അതിൽ പോയി വീഴും. അത് ശൈത്താന്റെ ഏർപ്പാടാണ്, അത് നമ്മളെ പറ്റിക്കുകയാണ് എന്ന് മനസ്സിലായാലോ പിന്നെ വൈക്ക് പോകില്ല. നബിയോട് സഹാബിമാർ ചോദിച്ചു, നബിയെ ജ്യോത്സ്യന്മാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? നബി ഞങ്ങൾ പറഞ്ഞു, ലൈസു ബിശൈഇൻ, അവർ ഒന്നുമല്ല, ഒരു ചുക്കുമല്ല ഒരു. അപ്പൊ സഹാബിമാർ പറഞ്ഞു, നബി അങ്ങനെ പറയാൻ പറ്റൂല, അവര് പറഞ്ഞ പല കാര്യങ്ങളും ശരിയാകുന്നുണ്ടല്ലോ. അത് ശരി, അത് പിശാചുക്കൾ കട്ട് കേട്ടിട്ട് ഇവന്റെ കാതിൽ കൊടുന്ന് കുറുകി മന്ത്രിച്ചു കൊടുക്കുകയാകുന്നു. അതിന്റെ കൂടെ 100 കളവും കൂടി അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അതാ പരിപാടിയിലെ. എന്നാ ശരി, അവസാനിപ്പിച്ചു. മറ്റേതോ അവിടെ പോയിട്ട് കാര്യമില്ല, അയാൾ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഇവൻ പോയി പറയും, അയാൾ പറഞ്ഞാൽ ശരിയാവും ചെയ്യും. അപ്പൊ ഇവന് ഉറപ്പായി, നിങ്ങൾ മുജാഹിദ് പറഞ്ഞ പറയുന്നില്ല, അയാൾ പറഞ്ഞ ഉണ്ടായല്ലോ, അയാൾ പോലെ കറാമത്തുള്ള ആളാ, എനിക്ക് ബോധ്യപ്പെട്ടു പറയും. ഇത് കറാമത്തല്ല, ഇത് ശൈത്താനിയത്താണ് എന്ന് പറഞ്ഞെടുത്താലോ അത് ക്ലിയറായി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഒരാളിങ്ങനെ വായുവിടെ പറന്നു പോണ് കണ്ടാലും ഈ പെട്ടുപോണ്ട, പിശാച് അവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ നാട്ടിൽ ഔല്യം വിചാരിക്കാം, ഒരു ഔല്യം വന്നു, എല്ലാവരും കൂടി പോയി കൂടി നമ്മളൊക്കെ പറയാൻ എതിർത്തു. പോലീസ് ഔല്യം പറഞ്ഞു, ഞാൻ പറന്ന് കാണിച്ചു തരാന്ന്. ഇവിടെ ആനമങ്ങാട് അങ്ങാടി കൂടെ പറന്നു വിചാരിക്കാം, ഇന്നയാൾ ഔല്യം അംഗീകരിക്കണം വേണ്ട. ഇമാം ഷാഫി പറഞ്ഞത്, ഓനെ ഇബ്ലീസിനെ താങ്ങിക്കൊണ്ടുപോകുന്ന വിചാരിച്ചാൽ മതി, അല്ലാതെ ഓനെ ഔല്യം വിചാരിക്കണ്ടെന്ന്. വെള്ളത്തിന് മേൽ നടക്കുന്നത് കണ്ടു, പെട്ടുപോണ്ട, പിശാച് അവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതി. പല തങ്ങന്മാരും കറാമത്ത് എന്താണ്? പുഴ നിറഞ്ഞിക്കുമ്പോൾ ഒരു ഇഴ നുള്ളിട്ട് ടൈം കൂടാണ്ട് അവിടെ കടന്നു പോയി എന്നാണ് പല കറാമത്തും പറയാം. അത് കണ്ടോണ്ടാവില്ല മിക്കവാറും, കേട്ടുമ്പോൾ കേട്ട് പോകുന്നേക്കും. ഞങ്ങൾ കണ്ടു വിചാരിക്കാം, എന്നാ അതുകൊണ്ട് മാത്രം അയാൾ ഔല്യം പറയാൻ പറ്റുമോ? ഇല്ല. പഴയ കാലത്ത് അറിയപ്പെട്ട പിഴച്ച ചില കക്ഷികളെ നേതാക്കന്മാരെ ഇസ്ലാമിക ഭരണകൂടം കൊല്ലാൻ വിധിച്ച സംഭവം കാണാൻ പറ്റും. എല്ലാ വിദഅത്തുണ്ടാക്കി മനുഷ്യന്മാരെ പഴപ്പിക്കുന്ന ഒരാളെ കൊല്ലാൻ ഇസ്ലാമിക ഗവൺമെന്റ് വിധി എഴുതി. അങ്ങനെ കൊടുന്നു. അയാളെ വാളോട് വെട്ടിയിട്ട് യേശുന്നില്ല, കഴുത്തിന് വെട്ടിയിട്ട് വാളാണ്ട് യേശുന്നില്ല, നല്ല മൂർച്ചുള്ള വാള്, പക്ഷെ മുറിയുന്നില്ല. അപ്പൊ നോക്കുമ്പോൾ കഴുത്തിങ്ങനെ മറ്റേ ഇരുമ്പ് മാറി നിൽക്കുന്നതാണ്. അത് എന്താണ്? ഓനൊരു പരീക്ഷണമായിട്ട് അല്ല വെച്ചായിരിക്കും. ചിലപ്പോൾ ഒരു പരീക്ഷാർത്ഥം വെച്ചു. അപ്പൊ കാണുമെന്ന് ചോദിക്കും, ഇയാൾ പയച്ചാളോ, ഇയാൾ വെട്ടിയിട്ട് യേശുന്നില്ലല്ലോ, അപ്പൊ ഇയാൾ വലിയ കറാമത്തുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും. അതിനു വേണ്ടി അല്ല പരീക്ഷണം വെച്ചായിരിക്കാം. ദജ്ജാല് വരുമ്പോ അല്ല പരീക്ഷണം വെക്കും. ദജ്ജാല് വന്നിട്ട് വാദിക്കും, ഞാൻ പഠിച്ചവനാണ്, അപ്പൊ അല്ല എന്ന് നിങ്ങൾ പറയും. ഒരാളെ ദജ്ജാല് പിന്നെ കൊന്നുകളയും, അവനെ വാള് കൊണ്ട് ഈർന്ന് 2 കഷ്ണമാക്കി പാണ്ട് മലർത്തിടും. എന്നിട്ട് അടിക്കുടി പോകാൻ നടക്കുന്നതാണ്. എന്നിട്ട് വിളിക്കും, എണീക്ക് അറിയും. അപ്പോൾ എണീക്കും. ഇപ്പൊ മനസ്സിലായില്ല, ഞാൻ റബ്ബാന്ന് മനസ്സിലായില്ലേന്ന്. ഈ മനുഷ്യൻ പറഞ്ഞ് കള്ളൻ എനിക്ക് ഇപ്പൊ ഒന്നുകൂടി ബോധ്യപ്പെട്ടു. നീ കള്ളനാണ് കൂടുതൽ ബോധ്യമായി. അപ്പൊ വീണ്ടും അയാളെ കൊല്ലാൻ ശ്രമിക്കും, പക്ഷെ കൊല്ലാൻ കഴിയൂല. അപ്പൊ നേരത്തെ നടന്നതോ യഥാർത്ഥത്തിൽ കൊന്നതല്ല. ഒരാൾ ചോദിക്കും, നിന്റെ മരിച്ചുപോയ അമ്മാനും പാപ്പാനും ഞാൻ ജീവിപ്പിച്ചേരാ, എന്നാ വിശ്വസിക്കും. എന്നാ വിശ്വസിക്കാം, എന്നാ വാ ഒരു ഖബർ കാണിച്ചോണ്ട് പറയും. ഇവനും കുട്ടി പള്ളി പറമ്പ് പോകും, ഏതാ എൻ്റെ അമ്മൻ്റെ ഖബർ, ഏതാ പാപ്പാൻ്റെ ഖബർ ചോദിക്കും, കാണിച്ചെടുക്കും. എണീകളാവുന്നത് ഇവൻ്റെ അമ്മി പാപ്പാനെ വിളിക്കുമ്പോ നബി തങ്ങൾ പറയാം, അവന്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ 2 ശൈത്താന്മാർ അവിടെ പ്രത്യക്ഷപ്പെടും. ഇവൻ എന്താ കാണുന്നത്? ബാപ്പ് നീച്ചു വരികയാണ്, ഉമ്മ നീച്ചു വരികയാണ്, മോനെ വിശ്വസിച്ചോ, നമ്മൾ റബ്ബാന്ന് പറയും. ഇങ്ങനത്തെ സഹായങ്ങൾ ചിലപ്പോൾ ശൈത്താൻ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് മാത്രം അത് ഔലിയാണെന്നോ മഹാനാണ് എന്നോ വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ സിദ്ധിയൊന്നും ആർക്കുമില്ല. ഇങ്ങനത്തെ ഇടപെടലുകൾ ചില മനുഷ്യന്മാരും പിശാചുകളും നമ്മളൊക്കെ ഉണ്ടാവും. അല്ല നമ്മുടെ സാധാരണ ജീവിതത്തിൽ എല്ലാത്തിനും ജിന്നിന് സഹായമൊന്നും കിട്ടൂല. അങ്ങനത്തെ ഏർപ്പെടുന്നില്ല. പൈസ കടം ചോദിക്കാനോ സാധനം കൊണ്ടുവരാനോ പീടിയിൽ പോയി പറഞ്ഞേക്കാനോ അങ്ങനെ നമ്മളൊരു നായിനെ വളർത്താൻ പോലെ വളർത്താൻ പറ്റിയ സാധനമല്ല ജിന്ന് എന്നുള്ളത്. ഇത് അവന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മനുഷ്യന്മാരെ സഹായിക്കുന്നത്. പിശാച് മനുഷ്യനെ സഹായിക്കണം എന്തിനാണ്? ഓനെ ഏജന്റിയാക്കി മാറ്റി അയാളിലൂടെ ഇവിടെ മനുഷ്യന്മാർ ശിർക്കിലേക്ക് കൊണ്ടുപോകണം. അതിന് ഓന് പറ്റൊരാളെ ഓൻ പിടിക്കും. അത് ചിലപ്പോൾ തങ്ങളെ പിടിക്കും, ബീവിനെ പിടിക്കും, ചിലപ്പോൾ ഒന്നുമില്ലാത്തവരെ പോയി പിടിക്കും.
അതിലൂടെ ഒരുപാട് മനുഷ്യന്മാരെ ഈമാൻ തെറ്റിക്കാൻ പറ്റും. അതാണ് പിശാചിന് ആവശ്യം. അല്ല ഇവിടെ നമ്മളെ സഹായിക്കലോ നമ്മുടെ പ്രശ്നം തീർക്കലോ ഒരാവശ്യമല്ല.